ലോക്സഭാ തിരഞ്ഞെടുപ്പിനിറങ്ങുന്ന CPM മരണവെപ്രാളത്തിലാണ്. കാസർഗോഡ് ഇരട്ടക്കൊലപാതകം, അരിയിൽ ഷുക്കൂർ വധം, കൊല്ലത്തെ IT വിദ്യാർത്ഥിനികളുടെ കൊലപാതകം, ഇതിനെല്ലാം എങ്ങനെ മറുപടി പറയും? എന്ത് ന്യായീകരണം നടത്തും? തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ അങ്കലാപ്പിലാണ് പാർട്ടിയും പിണറായി സർക്കാരും. വയനാട്ടിലെ മാവോയിസ്റ്റ് ആക്രമണം വ്യാജ ഏറ്റുമുട്ടലാണെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു. പാർട്ടിയും സർക്കാരും ചോരയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതിനെ ചവറ കൊലപാതകത്തിലൂടെ പ്രതിരോധിക്കാൻ നടത്തിയ ശ്രമം ചീറ്റിയെന്ന് മാത്രമല്ല, ചീഞ്ഞു നാറുകയും ചെയ്തു. പെരിയ കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരൻ പീതാംബരനെ പുറത്താക്കിയതിന് പിന്നാലെ ITI വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി മർദ്ദിച്ചു കൊന്ന കേസിലെ പ്രതിയായ ബ്രാഞ്ച് സെക്രട്ടറിയെയും പാർട്ടി പുറത്താക്കി. പുറത്താക്കൽ നടപടി മുഖം രക്ഷിക്കാനാണെങ്കിലും മുഖം വികൃതമാക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. പാർട്ടി തീരുമാനപ്രകാരം കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയും സംഭവശേഷം അംഗങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നതിനെതിരെ അവരുടെ കുടുംബങ്ങൾ കടുത്ത അതൃപ്തിയിലാണ്. പെരിയയിൽ പീതാംബരന്റെ ഭാര്യയും മകളും പാർട്ടിക്കെതിരെ രംഗത്ത് വന്നത് വലിയ തിരിച്ചടിയുമായി പാർട്ടിക്ക്. മുമ്പ് കൊലക്കേസിലെ പ്രതികൾക്ക് പാർട്ടി പണവും നിയമസഹായവും നൽകുമായിരുന്നെങ്കിലും അവരെ തള്ളിപ്പറയില്ലായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ അത് അനിവാര്യമായത് CPMന്റെ മുഖത്തേറ്റ പ്രഹരമാണ്. നേതൃത്വത്തിലുള്ള പലരും കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് പാർട്ടിയെ മുക്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പണ്ടിവർ കുപ്പിയിൽ നിന്ന് ഇറക്കിവിട്ട ഭൂതങ്ങൾ കുപ്പിയിൽ അടയ്ക്കാനാകാത്ത വിധം വളർന്നിരിക്കുന്നു. പ്രാദേശിക പ്രശ്നങ്ങളെ തുടർന്ന് അവർ നടത്തുന്ന കൊലപാതകങ്ങൾ പാർട്ടി നേതൃത്വത്തിന് വലിയ തലവേദനയും തിരിച്ചടിയുമാണ് സൃഷ്ടിക്കുന്നത്. കൊലപാതകികൾക്ക് നിയമസഹായത്തിന് പുറമെ ജയിലും വഴിവിട്ട സഹായങ്ങൾ നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് തയ്യാറാകുന്നു. പലർക്കും അനാവശ്യ പരോൾ നൽകുന്നു. പുറത്തിറങ്ങുന്ന പ്രതികളിൽ ചിലർ കൊലപാതകങ്ങൾ നടത്തിയതായും ആക്ഷേപമുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ അഴിയെണ്ണുന്ന PK കുഞ്ഞനന്തന് അനധികൃതമായി പരോൾ അനുവദിച്ചതിനെ ഹൈക്കോടതി ചോദ്യം ചെയ്യേണ്ട അവസ്ഥയിൽ വരെ കാര്യങ്ങളെത്തി. മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരിക്ക് ജയിലിൽ വെച്ച് കാമുകിയുമായി സല്ലപിക്കാൻ വരെ ആഭ്യന്തര വകുപ്പ് അവസരമൊരുക്കി. ആകാശിന് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് ആദ്യം തള്ളിയെങ്കിലും P ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായുള്ള അടുപ്പം വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പുറത്തായതോടെ മുഖം രക്ഷിക്കൽ നാടകം നടത്തി. അതിനു മുമ്പ് ആകാശിന്റെ പിതാവിനെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും P ജയരാജനും AN ഷംസീർ MLAയും ചർച്ച നടത്തിയിരുന്നു. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനും കല്യാശ്ശേരി MLA TV രാജേഷിനുമെതിരെ CBI കൊലക്കുറ്റവും ഗൂഢാലോചനയും ചുമത്തിയത് രാഷ്ട്രീയ കേരളത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. P ജയരാജൻ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയരാജനെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് MP എന്ന പരിരക്ഷയിലൂടെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ CPM നടത്തുന്നത്. കൊല നടത്തുകയും കൊലപാതകികൾക്ക് എല്ലാ സഹായവും സംരക്ഷണവും നൽകുകയും ചെയ്യുന്നതിന് പിന്നിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നതിലൂടെ എന്ത് സന്ദേശമാണ് CPM ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നൽകുന്നത്? അതായിരിക്കും ഇനി കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനെ CPM എങ്ങനെ മറികടക്കും? ഇത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.